ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. എനിക്ക് നീതി വേണം യുവർ ഓണർ. തരാം. ഒരാള് മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. അങ്ങനെ പുതിയ വൈറൽ ചേച്ചി എത്തിയിട്ടുണ്ട്. ബസ്സിൽ വീണ്ടും യുവതിക്ക് ദുരനുഭവം. എന്നാൽ ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട്. KSRTC അല്ല, പ്രൈവറ്റ് ബസ്സാണ്. തെളിവ് സഹിതം തന്നെ വീഡിയോയിൽ കൃത്യമായി കാണാം. പെൺകുട്ടി മനഃപൂർവ്വം തട്ടാനായിട്ട് തന്നെ നിന്നുകൊടുത്തു എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ പിന്നെ ട്രെൻഡിനൊപ്പം അത് തന്നെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു സമാനമായ വീഡിയോ ചർച്ചയായത്. ഈ വീഡിയോ കണ്ടിട്ട് ഇതിലും ഭേദം അവളായിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഇതിപ്പോൾ തട്ടാൻ വെച്ചു കൊടുത്തതുപോലെയായി. പുതിയ സംഭവം നടക്കുന്നത് കണ്ണൂരിലാണ്. ഇത്തവണയും സംഭവം വൈറലായിട്ടുണ്ട്. മില്യൺ കണക്കിനാണ് ഈ വീഡിയോയ്ക്കും വ്യൂസ് വന്നിട്ടുള്ളത്. എന്നാൽ കമന്റ് ബോക്സിൽ നിരവധി പേരാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. റീച്ചിന് വേണ്ടി ഒരിക്കലും സ്വന്തം ശരീരം മറ്റൊരാൾക്ക് തട്ടാൻ വെച്ച് കൊടുക്കരുതായിരുന്നു. അത് വീഡിയോ ആക്കിയതും അതിലും വലിയ തെറ്റ്. കഴിഞ്ഞ ആഴ്ച വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ ഫുൾ നെഗറ്റീവ് ആയിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നാണ് വിചാരിച്ചത്. എന്നാൽ ട്രെൻഡിനൊപ്പം കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ സ്ത്രീകൾക്ക് ഇതുകൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യില്ല. സ്വന്തം മാനത്തിനേക്കാളും വലുതാണോ റീച്ചും പണവുമൊക്കെ? ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായാൽ എങ്ങനെയാകും സ്ത്രീകൾ പ്രതികരിക്കുക? മിണ്ടാതെ ഇരിക്കുമോ? നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.